നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആലപ്പുഴയിൽ കോൺഗ്രസുകാരെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അന്വേഷണം പൂർത്തിയായിട്ടില്ല. റിപ്പോർട്ട് കിട്ടിയാൽ DGP കൈമാറുമെന്നും ചെന്നിത്തല പറഞ്ഞു. വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുന്നു. പറയൂ ശ്യാം. നീലിമ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നവകേരള യാത്രയ്ക്കിടെയാണ് ആലപ്പുഴയിൽ നിലവിൽ പിണറായിയുടെ ഗൺമാന്മാർ നടത്തിയ ക്രൂരമർദ്ദനം. ഈ ക്രൂരമർദ്ദനത്തിന് ശേഷം നിലവിൽ അന്വേഷണങ്ങൾ ഇവർക്കെതിരെ അന്വേഷണങ്ങളൊന്നും തന്നെ മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിലിരിക്കുകയും ഇത്തരത്തിൽ പുതിയൊരു അന്വേഷണം SIT സംഘത്തെ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് ത്വരിതഗതിയിലുള്ള ഒരു അന്വേഷണം മുന്നോട്ട് വരികയും ചെയ്തു. എന്നാൽ ഈ SIT നൽകിയ അന്വേഷണ റിപ്പോർട്ട് നിലവിൽ DGPക്ക് കൈമാറി. DGPയുടെ ഈ ഒരു പക്കലുള്ള റിപ്പോർട്ട് നിലവിൽ ആഭ്യന്തര വകുപ്പിന് കൈമാറാൻ തയ്യാറാകാതെ നിലനിൽക്കുകയാണ്. ഇപ്പോഴും ഈ സംബന്ധിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഭ്യന്തരമന്ത്രിയോട് നമ്മൾ ചോദിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ പല ഘട്ടങ്ങളിലും ക്ഷുഭിതനായി തന്നെയുള്ളൊരു പ്രതികരണമായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് റിപ്പോർട്ട് താൻ ചോദിച്ച് വാങ്ങേണ്ടതില്ലല്ലോ എന്നുള്ളൊരു പ്രതികരണമാണ് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്തായാലും DGP ഇക്കാര്യത്തിൽ റിപ്പോർട്ട് ലഭിച്ചാൽ അത് കൈമാറുമെന്നുള്ള ഒരു ന്യായമായ ഒഴുക്കൻ മട്ടിലുള്ള ഒരു വിശദീകരണം കൂടിയാണ് മാധ്യമങ്ങൾക്ക് മുൻപാകെ ആഭ്യന്തരമന്ത്രി നൽകുകയും ചെയ്തത്. എന്തായാലും വളരെ ത്വരിതഗതിയിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. SIT നീണ്ട രീതിയിൽ മൊഴിയെടുക്കലും മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ DGPയുടെ പക്കലേക്ക് ഈ റിപ്പോർട്ട് എത്തിയതിനു ശേഷം ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് കൈമാറേണ്ട റിപ്പോർട്ട് ഇപ്പോഴും DGPയുടെ പക്കൽ തന്നെ നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സംബന്ധിച്ച കാര്യങ്ങളാണ് നമ്മൾ ആഭ്യന്തരമന്ത്രിയോട് കഴിഞ്ഞ ദിവസങ്ങളായി ചോദിക്കുമ്പോഴും അദ്ദേഹം ഒഴുക്കൻ മട്ടിലുള്ള മറുപടി നൽകിക്കൊണ്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നത്. നീലിമ. ശരി ശ്യാമപ്രസാദ്.